ജെബ്നിയിൽ എന്ന സ്ഥലത്തേക്ക് പോകുന്ന അപ്പസ്തോലന്മാർക്ക് നൽകുന്ന പ്രബോധനം. ജെബ്നിയിൽ നിന്ന് ഞങ്ങൾ എസ്ക്രോണിലേക്ക് പോയിക്കൊള്ളട്ടെ. വഴിമധ്യേ അപ്പസ്തോലന്മാരിൽ ചിലർ ചോദിക്കുന്നു. വളരെ ഫലഭൂയിഷ്ടമായ ഒരു നാട്ടിൻപുറം കുറുകെ കടക്കുകയാണ് അവരുടെ സമൂഹം. ധാന്യങ്ങൾ വിളഞ്ഞു പാകമായി കൊയ്ത്തിനു മുമ്പുള്ള അവസാന ഉറക്കമാണ്. വെയിലിൽ തല താഴ്ത്തിയിട്ടിരിക്കുന്നു. കൊയ്ത്തു കഴിഞ്ഞ വയലുകൾ പരക്കെ മരണക്കട്ടിലുകൾ നിരത്തിയതുപോലെ കറ്റകൾ അട്ടിയട്ടിരിക്കുകയാണ്. ആകെ ദുഃഖകരമായ നിർജീവത്വം. ഈ വയലുകൾ ശൂന്യമാണെങ്കിലും ഫലവൃക്ഷത്തോട്ടങ്ങൾ നന്നായി പഴുത്തതുമായ ഫലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾ. അത്തിപ്പഴ പൂക്കൾ വിളഞ്ഞ് ചിലതെല്ലാം പൊട്ടി വയലറ്റ് നിറമുള്ള വിള്ളലുകളിൽ കൂടെ തെളിഞ്ഞ പശ പോലെയുള്ള സത്തും അതിനുള്ളിൽ ചെറിയ അരികളും കാണാം. ഏറ്റവും നേരിയ കാറ്റിൽ പോലും ഒലിവു മരങ്ങൾ അനങ്ങുന്നു. നേരിയ ഞെട്ടുകളിൽ തൂങ്ങിക്കിടക്കുന്ന നീണ്ടുരുണ്ട ഒലിവുകായ്കൾ വെള്ളപ്പച്ചിലകൾക്കിടയിൽ ഒപ്പം ആടിയുലയുന്നു. വാൾനട്ട് മരങ്ങൾ അവയ്ക്ക് സ്വതസിദ്ധമായ ഗാംഭീര്യത്തോടെ അനങ്ങാതെ നിൽക്കുന്നു. നല്ല ബലമുള്ള ഞെട്ടുകളിൽ അവയുടെ കായ്കളും അനക്കമില്ലാതെ കിടക്കുകയാണ്. ബദാം വൃക്ഷങ്ങളുടെ കായ്കൾ പഴുത്തു തുടങ്ങി. വെൽവെറ്റ് പോലുള്ള അവയുടെ പുറംചട്ടയും നിറം മാറ്റവും അതാണ് സൂചിപ്പിക്കുന്നത്. മുന്തിരിക്കായകൾക്ക് വലിപ്പം കൂടി വരുന്നതേയുള്ളൂ. നല്ല വളക്കൂറുള്ള ഭാഗങ്ങളിൽ കുലകൾ സ്വർണ്ണ നിറവും മാണിക്യ നിറവുമായി മാറിയിട്ടുണ്ട്. സമതലത്തിലും കുന്നിൻ്റെ താണചരിവുകളിലും ധാരാളം കള്ളിമുൾച്ചെടികളുണ്ട്. അവയുടെ മനോഹാരിത കൂടി വരുന്നു. വർണ്ണശബളമായ അവയുടെ പൂക്കളും കായ്കളും നല്ല കൂർത്ത മുള്ളുകളുള്ള ഇലകളാൽ ചുറ്റപ്പെട്ട് സംരക്ഷിക്കപ്പെടുകയാണ്. അവിടെയായി കാണപ്പെടുന്ന പനകളും കാറോബ മരങ്ങളും കാണുമ്പോൾ ആഫ്രിക്കയുടെ ഓർമ്മയാണ് വരുന്നത്. പനകൾ അവയുടെ വിശറി പോലുള്ള ഇലകൾ ക്ലിക്ക് ക്ലിക്കെന്ന് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല കറുത്ത കവടി പോലുള്ള നിറത്തിൽ കമ്പുകളും ഭംഗിയുള്ള ഇലകളും നിറഞ്ഞ കാറോബ മരങ്ങൾ ചലനലേശമില്ലാതെ ഉയർന്നു നിൽക്കുന്നു. നല്ല പൊക്കമുള്ള കോലാടുകൾ, കറുപ്പും വെള്ളയും വളഞ്ഞ കൊമ്പുകളുള്ളവ, നല്ല സൂക്ഷ്മതയുള്ള മൃദുവായ കണ്ണുകളുള്ളവ. കള്ളിമുൾ ചെടികൾ തിന്നുകയാണ്. തടിച്ചു തിങ്ങി വളരുന്ന ഈ ചെടികൾ ഒരേ രീതിയിലുള്ള ശിഖരങ്ങളായി ചുറ്റും കിളിർത്തു പൊങ്ങി ബദരാസന ദേവാലയങ്ങളിലെ അലങ്കാര വിളക്കിൻ്റെ ആകൃതിയിലായിട്ടുണ്ട്. അവയുടെ നെറുകയിൽ നല്ല സുഗന്ധമുള്ള ചുവപ്പ് കലർന്ന മഞ്ഞ പൂക്കൾ ജ്വാല വീശി നിൽക്കുന്നു. ഭൂമിയെ അലങ്കരിക്കാൻ ആഫ്രിക്കയും യൂറോപ്പും കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. സമതലം വിട്ട് അപ്പസ്തോല സമൂഹം കുന്നിൻ മുകളിലേക്ക് കയറുകയാണ്. കടലിൻ്റെ വശത്തും മുന്തിരിത്തോട്ടങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ പൊതിഞ്ഞിരിക്കുന്ന കുന്നുകൾ, കുമ്മായം കലർന്ന പാറകളുള്ള ചെരുവ്. അവിടുത്തെ മുന്തിരി വളരെ വിലപിടിച്ചതായിരിക്കണം. കുന്നു കയറുന്നതോടെ സമുദ്രം കാണാറായി. അതാ കടൽ, എൻ്റെ കടൽ, ജോണിൻ്റെ കടൽ, ദൈവത്തിൻ്റെ കടൽ, നീല ക്രേപ്പ് സിൽക്ക് ഞൊറിഞ്ഞടുക്കിയിരിക്കുന്നത് പോലെ. അങ്ങ് അകലെ വരെ നീണ്ടും പരന്നു കിടന്ന കടൽ അനന്തയെ വിളിച്ചറിയിക്കുന്നു, ശക്തിയെ പ്രകീർത്തിക്കുന്നു. ആകാശത്തോടും സൂര്യനോടും ചേർന്നുകൊണ്ട് അത് സൃഷ്ടിയുടെ മഹിമകളെ സംഘഗാനം പാടി പുകഴ്ത്തുകയാണ്. സമതലം നീണ്ട് പരന്ന് വിസ്തൃതമായി കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുന്നുകൾ, ഇടക്കുള്ള നിരപ്പ് ഭൂമിയിൽ വെള്ളപ്പൊട്ടുകൾ പോലെ തോന്നിക്കുന്ന പട്ടണങ്ങളും ഗ്രാമങ്ങളും വരെ സമതലം ഈ വിധത്തിൽ പരന്നു കിടക്കുകയാണ്. ആനന്ദ പാരവശ്യത്തോടെ ജോൺ ഉദ്ഘോഷിക്കുന്നു, എത്ര മനോഹരം, എത്ര മനോഹരമായിരിക്കുന്നു! എൻ്റെ കർത്താവേ, കടൽ ആ പയ്യൻ്റെ ജീവനാണ്. അവനെ കടലിലേക്ക് നീ വിട്ടേക്കണം. കടൽ കാണുമ്പോൾ അവന് സ്വന്തം മണവാട്ടിയെ കാണുന്നത് പോലുള്ള സന്തോഷമാണ്. കായലും കടലും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണാത്ത പത്രോസ് വാത്സല്യപൂർവ്വം ചിരിച്ചുകൊണ്ട് പറയുന്നു, അവൻ്റെ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞല്ലോ. നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം പണ്ടേ നിശ്ചയിച്ചു കഴിഞ്ഞു. ഓ, നല്ല കാര്യം. എന്നെ നീ എങ്ങോട്ടാ വിടുന്നത്? ഓ, നീയോ? എന്നോടൊന്ന് പറയുമോ നല്ല ഈശോ?
നിന്റെ പട്ടണത്തെക്കാളും എൻ്റേതിനേക്കാളും മഗ്ദലാദും തിബേരിയാസും കൂടെ ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ വലുതായൊരു സ്ഥലത്തേക്കാണ് നിന്നെ നിശ്ചയിച്ചിരിക്കുന്നത്. എനിക്ക് വഴി തെറ്റിയത് തന്നെ. പേടിക്കുകയൊന്നും വേണ്ട. ഒരു വലിയ അസ്ഥിപഞ്ജരത്തിന്മേൽ ഓടി നടക്കുന്ന എറുമ്പിനെ പോലെയായിരിക്കും നീ. എന്നാൽ മടുപ്പ് കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി നീ ആ അസ്ഥിപഞ്ജരത്തിന് പുനർജീവൻ നൽകും. എനിക്കൊന്നും മനസ്സിലാകുന്നതേയില്ല. എന്നോട് കുറെ കൂടി വ്യക്തമായി പറയാമോ? നീ മനസ്സിലാക്കും, തീർച്ചയായും മനസ്സിലാക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ പുഞ്ചിരി തൂകുന്നു. അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാ? ഞാനോ? അവർക്കെല്ലാവർക്കും അവരുടെ ഭാവി അറിയണം. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈശോ കുനിഞ്ഞ് അവർ നടന്നു നീങ്ങിയിരുന്ന അരുവിയുടെ തീരത്ത് നിന്ന് കുറച്ച് നേരിയ മണൽ കയ്യിലെടുത്ത് മുകളിലേക്ക് എറിയുന്നു. അവ ചിതറി നാനാവശങ്ങളിലായി താഴെ വീഴുകയാണ്. ഇങ്ങനെ തന്നെ ഒരു ചെറിയ തരി മാത്രം എൻ്റെ മുടിയിഴയിൽ തങ്ങി. നിങ്ങൾ ഇതുപോലെ ചിതറിക്കപ്പെടും. നീ എൻ്റെ സഹോദരൻ പാലസ്തീനായെ പ്രതിനിധീകരിക്കും അല്ലേ? അൽഫേസിൻ്റെ മകൻ ജെയിംസ് ചോദിക്കുന്നു. അതെ, ഞാൻ പ്രതിനിധീകരിക്കുന്നു. പാലസ്തീനായിലേക്ക് ആരെയാണ് വിടുക എന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു, ജെയിംസ് വീണ്ടും പറയുന്നു. ഈ ചെറിയ കല്ലും ഒരു ഓർമ്മയ്ക്കായി സൂക്ഷിച്ചുകൊള്ളൂ. മുടിയിൽ കുടുങ്ങിയ ചെറിയ കല്ലെടുത്ത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ജെയിംസിന് കൊടുക്കുകയാണ്. എന്നെ പാലസ്തീനായിലേക്ക് അയച്ചുകൂടെ? ഞാനാണ് അവിടത്തേക്ക് പറ്റിയ ആൾ. കാരണം ഞാൻ വളരെ പരുക്കൻ പ്രകൃതിയാണെങ്കിലും വീട്ടിൽ കാര്യങ്ങൾ നടത്താൻ കഴിയും. നേരെ മറിച്ച് വിദേശങ്ങളിലാണെങ്കിൽ, പത്രോസ് പറയുന്നു. അങ്ങനെയല്ല, നേരെ മറിച്ചാണ്. ഇവിടെയായിരിക്കാൻ തീരെ പറ്റാത്ത ആളാണ് നീ. നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം മുൻവിധികളാണ്. നിങ്ങളുടെ വിചാരം വിശ്വാസികളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കുന്നത് കൂടുതൽ എളുപ്പമാണെന്നും വിഗ്രഹ ആരാധകരുടെയും പുറം ജാതികളുടെ ഇടയിൽ അത് വിഷമമാണെന്നുമാണ്. എന്നാൽ വാസ്തവം നേരെ മറിച്ചാണ്. പാലസ്തീന നമുക്കെന്താണ് തരുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. അവിടുത്തെ പ്രധാനികളും അത്രയും തന്നെ ഇല്ലെങ്കിലും പൊതുജനങ്ങളും നമുക്ക് നൽകിയിട്ടുള്ളത് എന്താണ്? ഇവിടെ പാലസ്തീന എന്നും ദൈവമെന്നുമുള്ള പേരുകൾ തന്നെ വെറുക്കുന്നവരായ ഇവർ പാലസ്തീനായാലും ഗലീലയായാലും ഗ്രാമങ്ങളിലും നമുക്ക് നൽകിയ സ്വീകരണത്തെക്കാൾ മോശമായ സ്വീകരണമാണ് തന്നതെന്ന് പറയാൻ പറ്റുകയില്ല. ഇത് പരിഗണിക്കുമ്പോൾ നിങ്ങളുടെ മുൻവിധിയെല്ലാം മാറും. അറിവില്ലാത്തവരെ സത്യദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ എളുപ്പമാണെന്ന് ഞാൻ പറയാറുള്ളത് ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. വാസ്തവത്തിൽ കുറ്റകരമായ വിഗ്രഹ ആരാധകരായ ദൈവജനത്തെ പൂർണ്ണരാണെന്ന് അഹങ്കാരപൂർവ്വം ചിന്തിക്കുകയും അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരെ മാനസാന്തരപ്പെടുത്തുന്നതാണ് കൂടുതൽ ശ്രമകരം. നിങ്ങൾ കരയും കടലും മാത്രം കാണുന്നിടത്ത് ഞാൻ എത്ര രത്നങ്ങളും മുത്തുകളുമാണ് കാണുന്നത്. പാലസ്തീനെ അല്ലാതെ ജനകൂടികൾ പാർക്കുന്ന മറ്റു സ്ഥലങ്ങൾ, പാലസ്തീനെ അല്ലാത്ത മനുഷ്യ മഹാസമുദ്രങ്ങൾ, അവയിലുള്ള മുത്തുകൾ കണ്ടെടുക്കാൻ പറ്റിയ ഗവേഷകരെയാണവർ ആഗ്രഹിക്കുന്നത്. ഭൂമിയിലുള്ള രത്നങ്ങളെ കുഴിച്ചെടുക്കാൻ കഴിവുള്ളവരെ അവർ ആഗ്രഹിക്കുന്നു. എല്ലായിടത്തും നിധികൾ മറഞ്ഞിരിക്കുന്നുണ്ട്. എന്നാൽ അവയെ കണ്ടുപിടിക്കേണ്ടതാണ് ആവശ്യം. ഓരോ മൺകട്ടയ്ക്ക് മുകളിൽ ഓരോ രത്നങ്ങളോ നല്ല വിത്തുകളോ ഉണ്ടായിരിക്കാം. എല്ലാ ആഴങ്ങളിലും മുത്തുണ്ടായിരിക്കും. എന്നാൽ എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കടലിനടിയിൽ വലിയ പ്രകമ്പനമുളവാക്കി ചിപ്പികളെ അവയുടെ സ്ഥാനത്ത് നിന്നിളക്കി ശക്തമായ തിരകൾ കൊണ്ടിടിച്ചു കീറി മുത്തുകരയിൽ കൊണ്ടുവന്ന് പൊയ്ക്കൊള്ളട്ടെ എന്നുദ്ദേശിച്ച് കൊടുക്കണമെന്നാണോ? മണൽത്തരികളിൽ നിന്നും വൃക്ഷമുണ്ടാകണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമോ? വിത്തില്ലാതെ ഫലങ്ങൾ വേണമെന്നാഗ്രഹിക്കുമോ? ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷീണവും ജോലിയും ധൈര്യവും എല്ലാം ആവശ്യമാണ്. എന്നാൽ എല്ലാറ്റിനും ഉപരിയായി മുൻവിധികളൊന്നും പാടില്ല. ഫിലിസ്തീയരുടെ ഇടയിലൂടെയുള്ള നമ്മുടെ ഈ യാത്ര നിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നെനിക്കറിയാം. ആ മനോഭാവത്തിന് കൂടുതൽ കുറവുണ്ടെന്ന് മാത്രം. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ വലിയ മനോഹാരിത പോലും ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാകാൻ കാരണമാകുന്നില്ല. ഹെബ്രായ രക്തം കൊണ്ടും നനഞ്ഞും ഫലഭൂയിഷ്ടമാക്കപ്പെട്ട ഈ കൃഷിഭൂമികളുടെ മഹത്വമോ യൂദായെ ഒരു ശക്തമായ രാജ്യമാക്കാൻ ഓരോന്നോരോന്നൊന്നായി
പിടിച്ചെടുക്കപ്പെട്ട ഈ നഗരങ്ങളോ ഈ തീർത്ഥയാത്ര സ്നേഹിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. കാരണം സുവിശേഷം പ്രസംഗിക്കുന്നതിനായി കളമൊരുക്കുകയെങ്കിലും ചെയ്യുക എന്നോ ആത്മാക്കളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന എന്നോ ഒന്നും പറയാൻ പറ്റുകയില്ല. ഇതൊന്നും നിങ്ങൾക്ക് ബോധ്യം വരുത്തുകയില്ല. ഈ യാത്രയുടെ ഉദ്ദേശ്യങ്ങൾ അവയെല്ലാമാണെന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുകയില്ല. കാരണം ഇവ നിങ്ങൾക്ക് വളരെ ഉപരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ദിവസം അത് നിങ്ങൾക്ക് ഗ്രഹിക്കാറാകും. അന്ന് നിങ്ങൾ പറയും, ഞങ്ങൾ വിചാരിച്ചു ഇതെല്ലാം ഒരു തോന്നലായിരുന്നു, വെറുതെ ഒരു പടം. ഗുരുവിന് ഞങ്ങളോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര വിഷമം പിടിച്ചതും ദീർഘവുമായ യാത്ര ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന്, പല അപകടങ്ങളിലും ചാടിച്ചതെന്ന്. എന്നാൽ അവൻ നമ്മുടെ കൂടെ ഇല്ലാത്ത ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് സ്നേഹമായിരുന്നു. മുൻനോട്ടത്തോടെ നമ്മുടെ ഭാവിയെ എളുപ്പമാക്കാൻ ചെയ്തതെല്ലാമായിരുന്നുവെന്ന്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒട്ടും അറിയാത്ത അവസ്ഥയാണിപ്പോൾ എന്നും വിചാരിക്കും. അന്ന് നമ്മൾ എല്ലാ വശത്തേക്കും വളരുന്ന മുന്തിരി ശാഖകൾ പോലെയായിരുന്നു. മുന്തിരി പോഷണം നൽകുമെന്നും എല്ലാവർക്കും അറിയാം. എന്നാൽ ഇപ്പോൾ സ്വയം പന്തലുണ്ടാക്കേണ്ട വള്ളികളാണ് നാമെന്നും മുന്തിരിയുടെ മുറിക്കപ്പെട്ടു നിൽക്കുന്ന കുറ്റിയിൽ നിന്നും പോഷണം കിട്ടുമെങ്കിലും ചാരി നിൽക്കാനൊരു മരക്കാലില്ലാത്ത സ്ഥിതിയായിരിക്കുന്നുവെന്നും നിങ്ങൾ പറയുകയും എനിക്ക് നന്ദി പറയുകയും ചെയ്യും. ഇനി എന്തെല്ലാമായാലും ഇതുപോലെ പോകുന്നത് നല്ലതല്ലേ? പ്രകാശത്തിൻ്റെ തീപ്പൊരികൾ വിതറി സ്വർഗീയ സംഗീതം മുഴക്കി സ്വർഗീയ പുഷ്പദളങ്ങൾ സത്യത്തിൻ്റെ സൗരഭ്യമുള്ളവ വിതറി ദൈവശുശ്രൂഷ ചെയ്തും ദൈവത്തെ സ്തുതിച്ചും അന്ധകാരാവൃതമായ നാടുകളിലൂടെ ബധിരമായ ഹൃദയങ്ങളിൽ, മരുഭൂമി പോലെ ശൂന്യമായ ആത്മാക്കളിൽ അസത്യത്തിൻ്റെ ദുർഗന്ധം നീക്കി നമ്മൾ ഒരുമിച്ച്, അതായത് നിങ്ങളും ഞാനും ഗുരുവും ശിഷ്യരും ഒരേ ഹൃദയത്തോടുകൂടെ ഒരാഗ്രഹത്തോടെ ഒരേ മനസ്സോടുകൂടെ പോകുന്നത് ഹൃദ്യമല്ലേ? ദൈവം അറിയപ്പെടുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനുമായിട്ട് എല്ലാവരെയും തൻ്റെ കൂടാരത്തിൽ ഒരുമിച്ച് കൂട്ടി താൻ ആയിരിക്കുന്നിടത്ത് എല്ലാവരും ആയിരിക്കേണ്ടതിന് തന്നെ. അതാണ് ദൈവത്തിൻ്റെ പ്രതീക്ഷയും ആഗ്രഹവും വിശപ്പും. ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യകുലം മുഴുവൻ്റെയും ഏകമായ മനുഷ്യവർഗത്തിൻ്റെ പല വർഗമല്ല. പ്രതീക്ഷയും ആഗ്രഹവും വിശപ്പും വേറൊന്നുമല്ല. ഇവയെല്ലാം ഒരു ദൈവത്തിൻ്റെ മക്കളായതിനാൽ സത്യത്തിനും സ്വർഗത്തിനും യഥാർത്ഥ സ്നേഹത്തിനും വേണ്ടിയുള്ള ആഗ്രഹവും പ്രതീക്ഷയും വിശപ്പും ഒന്നു തന്നെയാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അബദ്ധപഠനങ്ങൾ മനുഷ്യൻ്റെ ജന്മവാസനകളെ തന്നെ സ്വാധീനിച്ചതുപോലെ തോന്നുന്നു. എന്നാൽ അങ്ങനെയല്ല. അബദ്ധങ്ങൾ മനസ്സിനെ ആവരണം ചെയ്യുന്നു. കാരണം മനസ്സ് ശരീരത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്. മൃഗീയ മനുഷ്യനിലേക്ക് സാത്താൻ കുത്തിവെച്ച വിഷം അതിന് അനുഭവവേദ്യമാകുന്നുണ്ട്. ത്രിവിധ ദുരാശകൾ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും ചിന്തകളെയും കടിച്ചു മുറിവേൽപ്പിക്കുന്നു. എന്നാൽ അരൂപി മാംസത്തിലേക്ക് ഒട്ടിച്ചേർന്നല്ല നിൽക്കുന്നത്. സാത്താനും ദുരാശകളും അതിനെ ഏൽപ്പിക്കുന്ന പ്രഹരങ്ങൾ നിമിത്തം അത് അന്താളിച്ചു പോയേക്കാം. മാംസത്തിൻ്റെ വശീകരണവും മൃഗീയ മനുഷ്യനിലെ രക്തത്തിലെ തിളപ്പും ഇതിനെ അന്ധമാക്കിയേക്കാം. ശരീരത്തിലേക്ക് നിവേശിപ്പിച്ചിരിക്കുന്ന ഈ അരൂപി ദൈവത്തിനായും സ്വർഗത്തിനായും അതിനുള്ള ആഗ്രഹത്തെ വിട്ടുകളയുന്നില്ല. അതിനങ്ങനെ വ്യത്യാസപ്പെടാൻ നിവൃത്തിയില്ല. ഈ അരുവിയിലെ തെളിഞ്ഞ ജലം നോക്കൂ. ഇത് ആകാശത്തിൽ നിന്ന് വന്നു. സൂര്യനും കാറ്റും നിമിത്തം അത് നീരാവിയായി വീണ്ടും ആകാശത്തിലേക്ക് തിരിച്ചു പോകും. അത് താണു വരികയും ഉയർന്നു പോവുകയും ചെയ്യുന്നു. പഞ്ചഭൂതങ്ങൾ ഉപയോഗം കൊണ്ട് തീർന്നു പോകുന്നില്ല. അവ പൂർവസ്ഥിതിയിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അരൂപിയും അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് തിരിച്ചു പോകുന്നു. ഈ കല്ലുകൾക്കിടയിലുള്ള വെള്ളത്തിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങളോട് ഇങ്ങനെ പറയുമായിരുന്നു: അതിന് തിരിച്ച് ആകാശത്തിലേക്ക് പോകുന്നതാണിഷ്ടം. മാർദ്ദവമേറിയ വെള്ളമേഘങ്ങളായി പ്രഭാതത്തിൽ റോസ് നിറമായും അസ്തമനത്തിൽ മിന്നുന്ന ചെമ്പു നിറമായും കാണപ്പെടുന്നതാണ് ഇഷ്ടം. ആ സമയം നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങുകയാകും. സ്വർഗത്തെക്കുറിച്ച് മനുഷ്യരെ ഓർമ്മിപ്പിക്കാൻ മഞ്ഞിൽ തരികളിലൂടെ ഊർന്നിറങ്ങുന്ന അവയുടെ കതിരുകൾക്ക് അരിപ്പയായി തീരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ചന്ദ്രികയ്ക്ക് ഒരു ആവരണമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം രാത്രി സമയം ഭൂമിയിൽ നടക്കുന്ന വൃത്തികെട്ട പ്രവൃത്തികൾ അവൾ കാണാതിരിക്കട്ടെ.
ഏതായാലും ഇവിടെ ഇരുതീരങ്ങൾക്കിടയിൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എപ്പോഴെങ്കിലും ചെളിയായി തീരാൻ സാധ്യതയുണ്ട്. നീർപ്പാമ്പുകളുടെയും തവളകളുടെയും ഇണചേരൽ കാണാൻ ഞാൻ നിർബന്ധിക്കപ്പെടുന്നു. എന്നാൽ അനന്തവിശാലമായ അന്തരീക്ഷത്തിൽ ഏകമായി സ്വതന്ത്രമായി വിഹരിക്കുന്നതും എനിക്കെത്ര അഭികാമ്യം. അതുപോലെ തന്നെ അരൂപികളും സംസാരിക്കുന്നെങ്കിൽ അവ ഇങ്ങനെയായിരിക്കും പറയുക: ദൈവത്തെ ഞങ്ങൾക്ക് തരിക, സത്യത്തെ ഞങ്ങൾക്ക് തരിക. എന്നാൽ അവ അത് പറയുന്നില്ല, കാരണം മനുഷ്യനെ ഇക്കാര്യം അറിഞ്ഞുകൂടാ. ഇത് മനസ്സിലാകിയില്ല, അഥവാ പരിഹസിക്കും. സത്യത്തിനായി ദാഹിക്കുന്ന, വളരെയധികം വിശക്കുന്ന അരൂപികളുടെ വിഷികളെ, അവരുടെ ആചരണങ്ങളെ മനുഷ്യർ നിന്ദിക്കും. വിഗ്രഹ ആരാധനക്കാർ, റോമാക്കാർ, നിരീശ്വരന്മാർ, നിർഭാഗ്യവാന്മാർ, ഇങ്ങനെ നമ്മൾ വഴിമധ്യേ കാണുന്ന എല്ലാവരും ഈ കൂട്ടർ എല്ലാ കാലത്തും ഉണ്ടായിരിക്കും. ദൈവത്തെ ആഗ്രഹിക്കുന്നതിനാൽ പരിഹസിക്കപ്പെടുന്നവർ ഒന്നുകിൽ രാഷ്ട്രീയം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സ്വാർത്ഥത, അല്ലെങ്കിൽ മലിനമായ ഹൃദയങ്ങളിൽ നിന്നും പുറപ്പെട്ട് നാടെങ്ങും പരന്നിട്ടുള്ള അബദ്ധ പഠനങ്ങൾ, ഇവ നിമിത്തം നിന്ദിക്കപ്പെടുന്നവർ എന്നും ഉണ്ടായിരിക്കും. അവരെല്ലാം വിശപ്പുള്ളവരാണ്, ശരിക്കും വിശക്കുന്നവർ. അവരോട് എനിക്ക് കരുണ തോന്നുന്നു. ഞാൻ ആരായിരിക്കുന്നോ ആ കാരണത്താൽ എനിക്ക് അവരോട് കരുണ തോന്നേണ്ടതില്ല. ദയനിമിത്തം മനുഷ്യർക്കും കുരുവികൾക്കും ഞാൻ ഭക്ഷണം നൽകുന്നെങ്കിൽ ഈ അരൂപിയുടെ കരങ്ങൾ നീട്ടിക്കൊണ്ട് അവർ ഉച്ചത്തിൽ കരയുന്നു, ഞങ്ങൾക്ക് വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട്. അവർ ദുഷ്ടരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവർ കിരാതന്മാരും ദൈവത്തിൻ്റെ മതത്തിനരികിലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെയോ അടുക്കൽ അയോഗ്യരാണവരെന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങൾക്ക് തെറ്റുപറ്റി. സ്നേഹവും പ്രകാശവും കാത്തിരിക്കുന്ന അരൂപികളാണവർ. ഇന്ന് രാവിലെ മുട്ടാടിൻ്റെ അലർച്ചയാണ് നമ്മളെ ഉണർത്തിയത്. എൻ്റെ അടുത്ത് വന്ന് മണം പിടിക്കാൻ ശ്രമിച്ച ആ വലിയ പട്ടിയെ ഓടിക്കാനാണ് ആടങ്ങനെ കരഞ്ഞത്. നമ്മൾ കിടന്നുറങ്ങിയ മരച്ചുവട്ടിൽ അതിനെ കെട്ടിയിരുന്ന കയറും പൊട്ടിച്ച് ഒറ്റച്ചാട്ടത്തിന് എൻ്റെയും പട്ടിയുടെയും ഇടയ്ക്ക് വന്ന് അതിൻ്റെ കൊമ്പ് കൊണ്ട് പട്ടിയെ ഭയപ്പെടുത്തുന്നത് കണ്ട് നിങ്ങൾ ചിരിച്ചില്ലേ? ആ മോളോസെയിൻ വേട്ടപ്പട്ടി അതിനെ ആക്രമിച്ച് കൊന്നുകളയുമെന്ന് ആട് ഭയപ്പെട്ടില്ല. ഇതുപോലെ മുട്ടാളന്മാരെന്ന് തോന്നിക്കുന്ന ആളുകൾ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ സംരക്ഷിക്കാൻ മരിക്കാൻ തയ്യാറാകും. ക്രിസ്തു സ്നേഹമാണെന്നും അവനെ അനുഗമിക്കാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നെന്നും മനസ്സിലാക്കിയാൽ മതി. അവർ അവരെ ക്ഷണിക്കുന്നു, തീർച്ചയായും ക്ഷണിക്കുന്നു. എന്നിലേക്ക് അടുക്കാൻ നിങ്ങൾ അവരെ സഹായിക്കണം. ഈ ഉപമ ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരു മനുഷ്യൻ വിവാഹിതനായി. അയാളുടെ ഭാര്യ പല ആൺകുട്ടികളെയും പ്രസവിച്ചു. എന്നാൽ ഒരു കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. കാഴ്ചയിൽ വേറൊരു വർഗക്കാരനാണെന്ന് തോന്നിക്കുമായിരുന്നു. ഈ കുട്ടി തനിക്ക് ഒരു അപമാനമായി കരുതി ആ മനുഷ്യൻ ആ കുട്ടിയെ സ്നേഹിച്ചില്ല. നിഷ്കളങ്കനായ കുഞ്ഞ്. ഭൃത്യരിൽ ഏറ്റവും താഴ്ന്നവരുടെ കൂടെയാണ് കുഞ്ഞിനെ വളർത്തിയത്. ഒരു പരിഗണനയും അവന് നൽകിയില്ല. അതിനാൽ അവൻ്റെ സഹോദരന്മാരും അവനെ താഴ്ന്ന ജാതിയായി കരുതി. ഇവനെ പ്രസവിച്ചതോടെ അവൻ്റെ അമ്മ മരിച്ചുപോയതിനാൽ അപ്പൻ്റെ കാഠിന്യത്തെ മയപ്പെടുത്താനോ അവൻ്റെ ജ്യേഷ്ഠന്മാർ കാണിച്ചിരുന്ന നിന്ന അവസാനിപ്പിക്കാനോ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കടന്നുകൂടിയ തെറ്റായ ധാരണകൾ തിരുത്താനോ കഴിഞ്ഞില്ല. പ്രിയപുത്രന്മാരുടെ വീട്ടിൽ തന്നെ ജീവിക്കാൻ മനസ്സില്ലാ മനസ്സോടെ അനുവദിക്കപ്പെട്ട ഒരു കാട്ടുമൃഗം. കുട്ടി വളർന്ന ഒരു മനുഷ്യനായി. ബുദ്ധിക്ക് വികാസമുണ്ടായതും വളരെ താമസിച്ചാണ്. എന്നാലും കാലക്രമത്തിൽ അവന് മനസ്സിലായി. ഒരു മകൻ കാലിത്തൊഴുത്തിൽ വളർത്തപ്പെടുന്നതും ഭക്ഷണത്തിന് ഒരു കഷ്ണം റൊട്ടിയും വസ്ത്രത്തിന് പഴന്തുണികളും മാത്രം നൽകി ഒരിക്കലെങ്കിലും പിതാവിൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു ചുംബനം പോലും ലഭിക്കാതെ വളർത്തപ്പെടുന്നത് ശരിയല്ലെന്ന്. അത് നിമിത്തം അവന് വലിയ മനോവേദനയുണ്ടായി. അവൻ്റെ ഗുഹയിലിരുന്ന് എപ്പോഴും അവൻ വിളിക്കും, അപ്പ അപ്പ എന്ന്. അപ്പം അവൻ തിന്നിരുന്നു. എന്നാൽ അവൻ്റെ ഹൃദയത്തിന് ഒരു വലിയ വിശപ്പ് എപ്പോഴും അനുഭവപ്പെട്ടിരുന്നു. വസ്ത്രങ്ങൾ കൊണ്ട് ശരീരം മറക്കപ്പെട്ടിരുന്നെങ്കിലും ഹൃദയത്തിൽ എപ്പോഴും തണുപ്പ്. ചില മൃഗങ്ങളും ഗ്രാമത്തിലെ കാരുണ്യമുള്ള ചില ആളുകളും അവനെ സ്നേഹിച്ചിരുന്നു. എങ്കിലും അവൻ്റെ ഹൃദയത്തിൽ ഏകാന്തത അനുഭവപ്പെട്ടു. അപ്പ അപ്പ എന്നുള്ള വിളി. എപ്പോഴും ഭൃത്യന്മാരും അവൻ്റെ ജ്യേഷ്ഠന്മാരും ഗ്രാമത്തിലുള്ളവരും അവൻ ഇതുപോലെ സദാസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ട് അവന് ഭ്രാന്താണെന്ന് അനുമാനിച്ചു.
അങ്ങനെ ഭ്രാന്തൻ എന്നവൻ വിളിക്കപ്പെട്ടു. അവൻ അങ്ങനെ അധംപതിച്ച് മിക്കവാറും ഒരു മൃഗത്തെ പോലെ ആയപ്പോൾ ഭൃത്യരിലൊരുവൻ അവൻ്റെ അടുത്ത് ധൈര്യത്തോടെ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ അപ്പൻ്റെ കാലു പിടിക്കാത്തത്? എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഭയമാണ്. നീ എന്താണ് വീട്ടിനുള്ളിലേക്ക് വരാത്തത്? എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ധൈര്യമില്ല. എന്നാൽ നിനക്കിഷ്ടമാണോ? തീർച്ചയായും. അതിനാണ് ഞാൻ വിശക്കുന്നത്. ആ വിഷമം കൊണ്ടാണ് എനിക്കെപ്പോഴും തണുപ്പ് തോന്നുന്നത്. ഞാൻ മരുഭൂമിയിലാണെന്ന് കരുതുന്നത്. എന്നാൽ അപ്പൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു നല്ല ഭൃത്യൻ അവനെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തുടങ്ങി. കൂടുതൽ വൃത്തിയായിരിക്കാനും അപ്പനെക്കുറിച്ചുള്ള ഭയം നീക്കാനും മറ്റും അയാൾ പറഞ്ഞു. നിന്റെ അപ്പന് നിന്നെ വേണമെന്നുണ്ട്, എന്നാൽ നിനക്കപ്പനോട് സ്നേഹമുണ്ടോ എന്ന് അയാൾക്കറിഞ്ഞുകൂടാ. നീ എപ്പോഴും അപ്പനെ ഒഴിഞ്ഞു മാറുന്നു. നിന്നോട് ഇത്ര കഠിനമായി പെരുമാറിയത് നിമിത്തം അപ്പനുള്ള പശ്ചാത്താപത്തിൽ നിന്ന് അപ്പനെ മോചിപ്പിക്കുക. നിനക്ക് മനോവേദനയാണെന്ന് അറിയുന്നതിലുള്ള വിഷമവും നീക്കുക. കാരണം നിന്റെ ജ്യേഷ്ഠന്മാർ പരിഹസിച്ച് ഇനിയും ചിരിക്കുകയില്ല. നിന്റെ ദുഃഖത്തെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം സന്ധ്യയോടുകൂടെ ആ നല്ല ഭൃത്യൻ ഈ സാധുമകനെ അപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവൻ അപ്പനോട് ചോദിച്ചു, അപ്പാ, ഞാൻ അപ്പനെ സ്നേഹിക്കുന്നു. അകത്തേക്ക് ഞാൻ വരട്ടെയോ? വൃദ്ധനായി ഭൂതകാല സംഭവങ്ങളെക്കുറിച്ച് ആസന്നമായ നിത്യതയിലെ ഭാവിയെക്കുറിച്ചും ചിന്തിച്ചിരുന്ന അപ്പന് ഈ ചോദ്യം ഞെട്ടലുളവാക്കി. അപ്പൻ പറഞ്ഞു, അവസാനം എൻ്റെ ദുഃഖത്തിന് ശമനം വരുന്നു. കാരണം വിരൂപനായ എൻ്റെ മകൻ്റെ സ്വരത്തിൽ എൻ്റെ രക്തത്തിൽ നിന്നുള്ള രക്തവും എൻ്റെ മാംസത്തിൽ നിന്നുള്ള മാംസവുമാണെന്ന് തെളിയിക്കുന്നു. അതിനാൽ അവൻ വന്ന് അവൻ്റെ സഹോദരന്മാരോടൊപ്പം അവൻ്റെ സ്ഥാനം എടുത്തുകൊള്ളട്ടെ. ഇപ്രകാരം തിരസ്കൃതനായിരുന്ന എൻ്റെ മകനെ എൻ്റെ മറ്റു മക്കളോടൊപ്പമാക്കാൻ കൂട്ടിക്കൊണ്ടുവന്ന് എൻ്റെ കുടുംബത്തെ പൂർണ്ണമാക്കിയ ആ നല്ല ഭൃത്യൻ അനുഗ്രഹീതനാകട്ടെ. ഇതാണ് ഉപമ. എന്നാൽ ഈ ഉപമ നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ കാര്യം ഓർമ്മിക്കണം. ആധ്യാത്മികമായി വിരൂപമായിരിക്കുന്ന മക്കളുടെ പിതാവായ ദൈവം മനഃപൂർവ്വം വൈരൂപ്യം വരുത്തിവെച്ച മക്കളോട് കാർക്കശ്യം കാണിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ശീഷ്മക്കാർ, അബദ്ധ സിദ്ധാന്തക്കാർ, ഭിന്നിച്ചു പോയവർ, ഇങ്ങനെയുള്ള എല്ലാവരും വൈരൂപ്യം മൂലം ആഗ്രഹിക്കുന്ന മക്കളാണ്. എന്നാലും ദൈവത്തിൻ്റെ സ്നേഹം ഒരിക്കലും നിന്നു പോയിട്ടില്ല. ദൈവം അവർക്കായി കാത്തിരിക്കുന്നു. അവരെ അവൻ്റെ പക്കലേക്ക് നിങ്ങൾ കൊണ്ടുചെല്ലണം. അത് നിങ്ങളുടെ കടമയാണ്. ഇപ്രകാരം പറയാൻ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചല്ലോ. ഞങ്ങളുടെ പിതാവേ, ഇന്ന് ഞങ്ങൾക്ക് അപ്പം തരണമേ എന്ന്. ഞങ്ങൾക്ക് എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം നിങ്ങൾ 12 പേരും എന്നല്ല, ക്രിസ്തുവിൻ്റെ ശിഷ്യരെന്ന നിലയ്ക്കല്ല, മനുഷ്യരെന്ന നിലക്കാണ് പ്രാർത്ഥിക്കേണ്ടത്. എല്ലാ മനുഷ്യർക്കും വേണ്ടി, ഇപ്പോഴുള്ളവർക്കും ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്നവർക്കും വേണ്ടി, ദൈവത്തെ അറിയുന്നവർക്കും അറിയാത്തവർക്കും മോശമായി സ്നേഹിക്കുന്നവർക്കും വേണ്ടി. ഞാൻ നിങ്ങളുടെ അധരങ്ങളിൽ ഏൽപ്പിച്ചു തരുന്ന പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അത് നിങ്ങളുടെ ശുശ്രൂഷയാണ്. ദൈവത്തെയും അവൻ്റെ ക്രിസ്തുവിനെയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രാർത്ഥന സർവ്വലൗകികമായതാണ്. ലോകാന്ത്യം വരെ അത് നിലനിൽക്കും. സാർവത്രികമായ വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്വരവും ഹൃദയവും ഈശോയുടെ സഭയിലെ അപ്പസ്തോലന്മാരും ശിഷ്യരുമായ നിങ്ങളുടെ ക്രിസ്തീയമെങ്കിലും അപ്പസ്തോലികമല്ലാത്ത മറ്റു സഭാ അംഗങ്ങളുടെ സ്വരത്തോട് ചേർത്ത് പ്രാർത്ഥിക്കണം. സത്യമായ അപ്പം അവർക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കണം. കാരണം നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. നിങ്ങൾ പിതാവിൻ്റെ ഭവനത്തിനു വെളിയിൽ അവിടെ വിശപ്പും വീടിനെക്കുറിച്ചുള്ള ചിന്തയും ആഗ്രഹവും കൊണ്ട് അവർ അപ്പസ്തോലിക മേശയിലാണ് അത് പരികർമ്മം ചെയ്യപ്പെടുന്നത്. അശുദ്ധമായ ഭക്ഷ്യങ്ങളോട് ചേർത്ത് തയ്യാറാക്കുന്ന മറ്റൊരു മേശയിലും ഇത് പരികർമ്മം ചെയ്യപ്പെടുന്നില്ല. വൈരൂപ്യമുള്ള സഹോദരങ്ങളോട് പിതാവ് ഇപ്രകാരം പറയുന്നത് വരെ നിങ്ങൾ സ്ഥിരമായി നിൽക്കണം. എൻ്റെ ഏകജാതൻ്റെ ആദ്യജാതൻ്റെ സ്വരവും വാക്കുകളും ഞാൻ കേൾക്കുന്നു. എൻ്റെ കുടുംബത്തെ പൂർണ്ണമാക്കാൻ നിങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങളെ നയിച്ച ഭൃത്യന്മാർ അനുഗ്രഹീതരാകട്ടെ. നിത്യനായ ദൈവത്തിൻ്റെ ഭൃത്യന്മാർ നിങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളിലും നിത്യതയ്ക്ക് സ്ഥാനം നൽകണം. മനസ്സിലായോ? ജെബ്നിലത, ഏക്രോണിലേക്കുള്ള മാർഗമധ്യ കൂടാരം ഈ സ്ഥലത്തുകൂടി കടന്നു പോയിട്ടുണ്ട്. ഏക്രോണിൽ അത് വെക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ
ബത്ശമയിലേക്ക് അത് തിരിച്ചയക്കപ്പെട്ടു. കൂടാരം വീണ്ടും ഇതാ എക്രോണിലേക്ക് പോകുന്നു. ജോൺ, എൻ്റെ കൂടെ വരൂ. മറ്റുള്ളവരെല്ലാം ജബ്നീലിൽ താമസിക്കുക. ധ്യാനിക്കൂ. സംസാരിക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കണം. സമാധാനം നിങ്ങളോടുകൂടെ. ഈശോ ജോണുമായി പോകുന്നു. ആട് കരഞ്ഞുകൊണ്ട്, എന്നാൽ ഒരു നായയുടെ വിശ്വസ്തയോടെ അവരെ അനുഗമിക്കുകയാണ്.